ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മിഡിൽ ഏജിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് യൂറിക് ആസിഡ് കൂടി നിൽക്കുക എന്നുള്ളത്. ഈ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഒരു ഹെൽത്ത് ഡ്രിങ്കിലൂടെ. അതിന് വേണ്ടുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ കുറച്ച് വിത്തുകളാണ്. ഈ വിത്തുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് പറയാം. അതിനു മുമ്പ് ഏതൊക്കെയാണ് സീഡ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒമേഗ 3 കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ കിഡ്നി ഫങ്ഷൻ സപ്പോർട്ട് ചെയ്യാനും പ്രയോജനപ്രദമാണ്. അതുപോലെ യൂറിക് ആസിഡിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഈ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ചിയ സീഡാണ്. ചിയ സീഡിനകത്ത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ അതിന് ആൻറ്റി ഓക്സിഡൻ്റ് ആൻഡ് ഡീടോക്സിസിറ്റിയാണ് അതിൻ്റെ ഫങ്ഷൻ. അത് ബോഡിയിലുള്ള യൂറിക് ആസിഡിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് ഫിനിക്സ് സീഡാണ്. ഫിനിക്സ് സീഡ് എന്ന് പറയുന്നത് ഉലുവയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രോബ്ലങ്ങൾക്കും പല അസുഖങ്ങൾക്കും ഒക്കെ പരിഹാരമാർഗമാണ് ഉലുവയെന്ന് പറയുന്നത്. ഉലുവ നമുക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്കായാലും ഒക്കെ ഉലുവയിട്ട് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പണ്ടുള്ളവരതൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ പാക്ക് ഇടുന്നതിനൊക്കെ ഉലുവ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഉലുവ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും അതുവഴി യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട്, നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഈ ഉലുവ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ ഹെൽത്തിന് കൂടുതൽ പ്രയോജനമുള്ള ഒരു സീഡാണ് ഉലുവ എന്ന് പറയുന്നത്. പംകിൻ സീഡാണ് അടുത്തതെന്ന് പറഞ്ഞാൽ, ഈ പംകിൻ സീഡ് എന്ന് പറയുന്നത് ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ല. അതിന് പകരം പംകിൻ സീഡ് പൊടിച്ച് നമ്മുടെ ആഹാര പദാർത്ഥത്തിൽ യൂസ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ പംകിൻ സീഡിനകത്ത് സിങ്കും മഗ്നീഷ്യവുമാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അത് മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുകയും അതുപോലെ യൂറിക് ആസിഡിനെ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കോറിയാണ്ടർ സീഡാണ്. കോറിയാണ്ടർ സീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മല്ലി. പണ്ടുള്ളവർ ഏറ്റവും കൂടുതൽ മല്ലിവെള്ളമായിരുന്നു കുടിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയൂററ്റിക് എഫക്റ്റാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ യൂറിൻ പുറത്തു പോകും. അതുവഴി നമ്മുടെ ശരീരത്തിലെ വേസ്റ്റിനെ പുറന്തള്ളാനായിട്ട് പറ്റും. നല്ല രീതിയിൽ യൂറിക് ആസിഡ് അപ്പോൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് വെളിയിൽ പോകുന്നതിന് മല്ലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്വീനാണ്. അജ്വീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയമോദകം. അയമോദകത്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീഡാണ് അയമോദകം എന്ന് പറയുന്നത്. അയമോദകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ നമ്മുടെ ഗ്യാസ് ട്രബിളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അയമോദകം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൈജഷൻ കറക്റ്റാക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അതുപോലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടും ഈ അയമോദകം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിത്തുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ടായിരിക്കും. അടുത്ത വീഡിയോയിൽ ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സുകൾ ഒക്കെ കൂടെ ചേർത്ത് അറിയാനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവുക. ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട്. നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയും അതുപോലെ ഇതുപോലെ സാധാരണയായി കണ്ടുവരുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയും ഒക്കെയുള്ള അതിനെന്തൊക്കെ ചെയ്യാം എന്നും പ്രതിവിധി എന്താണെന്നും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക്
സംരക്ഷിക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ ആ വെബിനാറിനകത്ത് പറയുന്നുണ്ടാവും. വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. വെബിനാർ എന്നാണെന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, വെബിനാറിൽ പങ്കെടുക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്.